നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ പൊളിച്ചെടുക്കൽ, ആരാധകരുടെ മനം നിറച്ച കളിയാണ്. സ്കോട്ട്ലൻഡിനെതിരെ ഏകപക്ഷീയമായ 3 ഗോളുകളുടെ വിജയം. വിനി ജൂനിയറുടെ 2 ഗോളുകൾ, മാത്യസ് കുഞ്ഞയുടെ 1 ഗോള്. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ബ്രസീൽ റൗണ്ട് ഓഫ് 32 ഈ കളിയിൽ സ്കോട്ട്ലൻഡിനെ ബ്രസീൽ മുക്കിയ മത്സരത്തിലെ താരങ്ങളുടെ പ്രകടനത്തിൻ്റെ കണക്കെടുപ്പിലേക്ക് നമ്മൾ പോകുന്നത്. അതായത് പ്ലെയർ റേറ്റിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. ഗോൾ കീപ്പറായിട്ട് കളിച്ച ആലിസൺ ബെക്കർ മുതൽ, ആലിസൺ ബെക്കർക്ക് 5 സേവുകൾ നടത്തേണ്ടി വന്നിരുന്നു ഈ കളിയുടെ കാര്യം ശ്രദ്ധിക്കുക. ആലിസൺ ബെക്കർ മുതൽ മറ്റ് പ്രധാന താരങ്ങളൊക്കെ നല്ല രൂപത്തിൽ പെർഫോം ചെയ്തു. 7.36 ബ്രസീലിൻ്റെ മൊത്തം പ്രകടനത്തിൻ്റെ റേറ്റിംഗ് എങ്കിൽ 6.61 സ്കോട്ട്ലൻഡിൻ്റെ പ്രകടനത്തിൻ്റെ ഒരു റേറ്റിംഗ് വന്നിരിക്കുന്നത്. ഗോൾ കീപ്പർ ആലിസൺ ബെക്കർ വേൾഡ് കപ്പിൽ അദ്ദേഹം കളിച്ചതിൽ sofascore.com ഇതുവരെ അദ്ദേഹത്തിൻ്റെ വേൾഡ് കപ്പ് പ്രകടനങ്ങൾക്ക് നൽകിയ ഏറ്റവും മികച്ച റേറ്റിംഗ് ആണ് ഈ കളി കൊടുത്തിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന് ആ രൂപത്തിൽ ഇടപെടേണ്ടി വന്നു. അതിൻ്റെ കാരണം എതിരാളികൾ, പ്രത്യേകിച്ച് മാക്ടോമിനായും ഒക്കെ ചില ശ്രമങ്ങൾ നടത്തി എന്നുള്ളതാണ്. അപ്പം 5 സേവുകൾ അദ്ദേഹത്തിന് നേരെ വന്നു. ക്ലീൻ ഷീറ്റ് അദ്ദേഹം തരമാക്കി എടുത്തിട്ടുണ്ട്. 5 സേവുകളിൽ 4 ഇൻസൈഡ് ദി ബോക്സിൽ നിന്നായിരുന്നു. 1.23 ഗോൾസ് പ്രിവെൻറ്റഡ് എന്നുള്ളതാണ് ആവറേജ് കണക്ക്. 100% അദ്ദേഹത്തിന് നേരെ വന്ന ഷോട്ടുകൾ അദ്ദേഹം തടഞ്ഞു. 8.5 ആലിസൻ്റെ റേറ്റിംഗ്. സോ ഇന്ന് ആലിസൺ പൊളിച്ചടുക്കിയിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. ഡിഫൻസിൽ ഡാനിലോ 6.9. ആ വിങ്ങിൽ ശരിക്കും വെസ്ലിയെ മിസ് ചെയ്യുന്നുണ്ട്, എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കളി കാണുമ്പോൾ. പിന്നെ മാർക്കിന്യോസ് നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു. 7.4 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. അതേതോടൊപ്പം ഗബ്രിയൽ മെഗല്ലസും നന്നായി കളിച്ചു, റേറ്റിംഗ് 7.9. അതേസമയം ഇടതുപാർശ്വത്തിൽ ഡഗ്ലസ് സാൻഡോസ് ആദ്യ പകുതിയിൽ നന്നായിട്ട് തന്നെ അദ്ദേഹം കളിച്ചിട്ടുണ്ട്, റേറ്റിംഗ് 6.6. മധ്യനിരയിലേക്ക് വരുമ്പോൾ ബ്രൂണോ ഗുയിമേറസിൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് തന്നെയാണ്. 2 അസിസ്റ്റുകൾ, കൂടാതെ അദ്ദേഹത്തെ കൊണ്ടാവുന്ന പോലെ ബോൾ റിക്കവറീസ് 8-9 അദ്ദേഹം നടത്തുകയുണ്ടായി. മനോഹരമായിട്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ട്, റേറ്റിംഗ് 8. കാസമിറോ റേറ്റിംഗ് 7.6. ലൂക്കാസ് പക്വറ്റ കുറച്ച് മിസ്പ്ലേസ്ഡ് പാസുകളൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് sofascore.com കൊടുക്കുന്ന 7.2. മുന്നേറ്റത്തിൽ റാഫിഞ്ഞയ്ക്ക് പകരമിറങ്ങിയ റയാന് നല്ല ആവേശത്തിൽ തന്നെ കളിച്ചു. അധികം പ്രസ് ചെയ്തെടുത്ത പാസിൽ നിന്നാണ് ഫസ്റ്റ് ഗോൾ പിറക്കുന്നത്, റേറ്റിംഗ് 7.8. മാത്യസ് കുഞ്ഞ കിടലിനായിട്ട് അദ്ദേഹം ഒരു ഗോൾ നേടി. അറ്റാക്കിൽ അത്രത്തോളം കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. സെൻട്രൽ ഫോർവേഡ് ആണ് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ കളി രീതി വേറെയാണല്ലോ, റേറ്റിംഗ് 7.8. വിനി ജൂനിയർ പൊളിച്ചടുക്കിയ പ്രകടനം. വാവ്, ബ്രസീലിൻ്റെ ചുണക്കുട്ടി വിനി ജൂനിയറാണ് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. റേറ്റിംഗ് 9.3. ബ്രസീലിൻ്റെ സൂപ്പർ താരം വിനി ജൂനിയർ തന്നെ ഈ കളിയിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടുകയും ചെയ്തു. സൂപ്പർ ഡ്യൂപ്പർ പെർഫോമൻസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. വിനിയെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ച് മറ്റൊരു വീഡിയോ ചെയ്തതുകൊണ്ട് ഇവിടെ ഇനിയിപ്പോൾ നമ്മളത് വിശകലനം ചെയ്യാൻ നിൽക്കുന്നില്ല പ്രകടനത്തെക്കുറിച്ച്. അതേസമയം ബ്രസീലിലെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ കളിച്ച താരങ്ങൾ: കാസമിറോക്ക് പകരം ഫാബിഞ്ഞോ വന്നു 65 മിനിറ്റിൽ, റേറ്റിംഗ് 6.9. പക്കറ്റയ്ക്ക് പകരം ഗബ്രിയൽ മാർട്ടിനിൽ വന്നു, റേറ്റിംഗ് 6.3. കുഞ്ഞയ്ക്ക് പകരം നെയ്മർ 76 മിനിറ്റിൽ വന്നു. ആരാധകർ ആവേശത്തിൻ്റെ പരകോടിയിലേക്ക് പോയ നിമിഷങ്ങളൊക്കെയാണത്. നെയ്മറുടെ റേറ്റിംഗ് 6.3. നെയ്മറുടെ പ്രകടനത്തെയും വിലയിരുത്തി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അലക്സാണ്ടറുടെ റേറ്റിംഗ് 82 മിനിറ്റിലാണ് അദ്ദേഹം ഡഗ്ലസ് സാൻഡോസിന് പകരം വന്ന, റേറ്റിംഗ് 6.6. റയാൻ്റെ റേറ്റിംഗ്, റയാന് പകരം വന്ന എൻട്രിക്കിൻ്റെ റേറ്റിംഗ്, എൻട്രിക്ക് കളിക്കളത്തിലേക്ക് വന്നത് 82 മിനിറ്റിലാണ്, റേറ്റിംഗ് 6.7. ഏതായാലും മികച്ച ഒരു പ്രകടനം തന്നെ ബ്രസീൽ നടത്തിയിരിക്കുന്നു. ഇനി ബാക്കി റൗണ്ട് ഓഫ് 32 വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.